ഒരു വർഷം 2500 പ്രാവശ്യം നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതകാലത്തിൽ 3 വർഷം നമ്മൾ ബാത്റൂംസിൽ സ്പെൻഡ് ചെയ്യണം. Hello everyone, I'm Anita and with me is a passionate bathroom explorer, the managing partner of the Plumber Store, Mr. Fairuz Riaz. Hi Fairuz. Thank you Anita for that wonderful intro. A passionate bathroom explorer എന്നുള്ള word. It really touched me. Thank you for that word. എനിക്ക് തോന്നുന്നു ഫൈറൂസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടെർമിനോളജി ആണെന്ന് തോന്നി. കാരണം നമ്മൾ ട്രാവൽ എക്സ്പ്ലോറർ എന്ന് കേട്ടിട്ടുണ്ട്, ഫുഡ് എക്സ്പ്ലോറർ എന്ന് കേട്ടിട്ടുണ്ട്, ബാത്റൂം എക്സ്പ്ലോറർ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈറൂസ് ഒരു മലയാളിയുടെ, എല്ലാ മലയാളികളുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു ഭവനം എന്ന് പറയുന്നത്. നിങ്ങളുടെ കോർ ഏരിയ ബാത്റൂംസ് ആണ്. ഒരു ബാത്റൂം ഒരു മനുഷ്യന്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യും? ഒരു ബാത്റൂം ഒരു മനുഷ്യൻ്റെ എത്രത്തോളം ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു. രാവിലെ നമ്മൾ വൺസ് ബെഡിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ഒരു മനുഷ്യന് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്നത് നേരെ ബാത്റൂമിലേക്കാണ്. സോ ആ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു ബാത്റൂമിലാണ് അവൻ്റെ പേഴ്സണൽ ഹൈജീൻ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള രീതിയിൽ അവനെ തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതായോ അല്ലെങ്കിൽ കാണുന്നതോ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ബാത്റൂമാണ്. സോ ആ ബാത്റൂമിൽ നിർബന്ധമായിട്ടും അവന് അന്നത്തെ ദിവസം റണ്ണ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി അവനിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ശരിക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു ബാത്റൂമിലേക്ക് നമ്മൾ കയറുന്നു, നല്ല ഒരു LED മിററിൽ വെരി ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് ഞങ്ങളോട് തന്നെയുള്ള രീതിയിൽ എഫർമേഷൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മളെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വി ആർ ഓൾ സെറ്റ് ഫോർ ദ ഡേ, ഓൾ സെറ്റ് ഫോർ ദ വേൾഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അവിടുന്ന് നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതും അതേപോലെ തന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള രീതിയിലെങ്കിൽ അത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലാത്തുള്ള രീതിയിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതും തമ്മിൽ രണ്ടിനും രണ്ട് റിസൾട്ടാണ് ഉണ്ടാവുക. സോ ഞാൻ പറയും ഡയറക്റ്റ്ലി ഉള്ള രീതിയിൽ ഒരാളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എഫർമേഷൻ അവൻ ലോകത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള സംഗതിക്ക് ബാത്റൂംസ് ഹാസ് ഇമിനൻറ്റ് റോൾ അല്ലെങ്കിൽ വളരെയധികം വലിയ റോളുകൾ ബാത്റൂമിന് ശരിക്കും തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ യു സേ എന്നും രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസോട് കൂടിയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബാത്റൂംസ് നന്നായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കമന്റിന് അല്ലെങ്കിൽ ഈ ഒരു റിപ്ലൈക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള രീതിയിലെ കമന്റ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഇതാണ് റിയാലിറ്റി. ആ ഒരു ബാത്റൂംസ് നിന്നാണ് ഒരാളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പോസിറ്റീവ് ആക്കുന്നതിലുള്ള വലിയ റോള് ബാത്റൂംസിന് ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളുടെ ബാത്റൂംസിന് ശരിക്കും പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എല്ലാവരും വളരെ ഷൈ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ബേസിക് നെസസിറ്റി ആണ് രാവിലെ എണീക്കുമ്പോൾ ബാത്റൂമിൽ പോവാന്നുള്ളത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക് അബൌട്ട് ഹൗസസ്, മലയാളികളെ സംബന്ധിച്ചോളം നമ്മൾ ഒരുപാട് ടൈം, ഒരുപാട് മണി, ഒരുപാട് എനർജി വീടിന്റെ ഡിസൈനും പ്ലാനിങ്ങിനും വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ബാത്റൂമിന്റെ ഡിസൈൻ ആൻഡ് പ്ലാനിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ശരിക്കും വീടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വിധത്തിൽ നല്ലൊരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് തന്നെ ബാത്റൂംസിലേക്ക് ആളുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീട് അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റ് വീടാണെന്നുള്ളതാണെങ്കിൽ ആ ഒരു വീടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 20% അല്ലെങ്കിൽ 30% എമൗണ്ട്സ് ഇപ്പോൾ ബാത്റൂംസിലേക്കുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിൽ നല്ല ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള സർഫസസ്, ടൈൽസോ ഗ്രാനൈറ്റ്സോ എന്തുമായിട്ടുള്ള ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള സർഫസസ്, നല്ല രീതിയിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്, അതായത് ഡൈവേർട്ടേഴ്സ് ആയിക്കഴിഞ്ഞാലും കൺസീൽഡ് സിസ്റ്റംസ് ആയിക്കഴിഞ്ഞാലും ബാത്റൂമിൽ വെച്ചിരിക്കുന്ന ബാക്കി ഫിക്സ്ചേഴ്സ് ആയിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലുള്ള ആക്സസറീസ്. സോ ഇതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ്. സോ ആ ഒരു ബാത്റൂംസിലേക്ക് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്ലാൻഡ് അല്ലാതെ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് അല്ലാതെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡിസൈൻഡ് അല്ലാതെയുള്ള രീതിയിൽ നമ്മൾക്ക് കിട്ടുന്ന പല രീതിയിലുള്ള ഫിക്സ്ചേഴ്സ് നമ്മൾ പല സ്ഥലത്തു നിന്നും വാങ്ങിയിട്ട് ഒരു ഓർഗനൈസ്ഡ് അല്ലാണ്ട് അല്ലെങ്കിൽ പ്ലാൻഡ് അല്ലാത്ത രീതിയിൽ ഇംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന പൈസക്കും അതേപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന എഫേർട്ടും ശരിക്കും വാല്യൂലെസ് ആവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനെ അനാലിസിസ് ചെയ്തിട്ട് ബാത്റൂം ഡിസൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബാത്റൂംസിന് വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ലുക്സും അതേപോലെ തന്നെ യൂട്ടിലിറ്റിയും
ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഐ വുഡ് സേ ദാറ്റ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ഫോർ എ ബാത്റൂം ഈസ് വെരി മച്ച് റിക്വയർഡ് ബിഫോർ പർച്ചേസിംഗ് ഫോർ എ ബാത്റൂം. സോ as important as planning and designing more the house. important. more important. I should say that this is more important. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ ഉള്ള രീതിയിൽ ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ബാത്റൂമിനും നിങ്ങളുടെ യൂട്ടിലിറ്റിക്കും, ബാത്റൂമിൻ്റെ ലുക്സിനെ മാത്രമല്ല യൂട്ടിലിറ്റിക്കും കൂടിയും അഡ്ജസ്റ്റ് ആവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു വാരി ചെയ്യുക എന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ആക്ച്വലി പർച്ചേസിങ്ങിൻ്റെ സംഗതിയിലേക്ക് എത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫൈറൂസ് പറയുന്നു ഒരു വീട് ഡിസൈനിൻ്റെ ആസ് മച്ച് ഇമ്പോർട്ടൻസ് ഓർ ഈവൻ മോർ ഇമ്പോർട്ടൻസ് നമ്മൾ ബാത്റൂം ഡിസൈനിങ്ങിന് കൊടുക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ബാത്റൂം ഡിസൈനിങ് ഓൾസോ ഇസ് എ വെരി എക്സ്പെൻസീവ് അഫെയർ അല്ലേ. അപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് മെജോറിറ്റി ഒരു NRI പോപ്പുലേഷൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും ട്രാവൽ എന്തൂസിയാസ്റ്റ്സ് ആണ്, ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബാത്റൂം എല്ലാവരും അവെയർ ആണ്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻസിൽ കൊണ്ടുവരാൻ പറ്റും? ആക്ച്വലി അനിത ചോദിച്ച ഈ ചോദ്യം നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാടുള്ള ബാത്റൂംസ് ആക്ച്വലി ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വി ക്യാൻ ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് ഒരു 15 years മുന്നേ ഉള്ള ബാത്റൂംസ് നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഒരു വാഷ് ബേസിൻ ഉണ്ടാവും, ഒരു ടേപ്പ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ക്ലോസറ്റ്, ഒരു കമ്മോട്ട് ഉണ്ടാവും. അതിലുപരി ആയിട്ടുള്ള രീതിയിൽ ഒരു ബാത്റൂമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈ റേസ്ഡ് ആയിട്ടുള്ള ആളുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നോർമൽ ആയിട്ടുള്ള ഒരു ഓർഡിനറി പബ്ലിക്കിൻ്റെ കയ്യിൽ അത്രേ ഉണ്ടാവുള്ളൂ ആ ഒരു ക്വയൻസ്. പക്ഷേ ഇപ്പം നേരെ ആ ഒരു സെക്ടർ മാറിയിട്ട് ആളുകൾ പല രീതിയിൽ ഇപ്പം വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിക്കോട്ടെ, അതിന് യൂസ് ചെയ്യുന്ന ഗ്ലാസ് എൻക്ലോഷേഴ്സ് ആയിക്കോട്ടെ, ജക്കൂസീസ് അല്ലെങ്കിൽ വെൽനെസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ബാത്റൂംസിലേക്ക് യൂസ് ചെയ്യുന്ന ജക്കൂസീസ് ആയിക്കോട്ടെ, ബാത്ത് ടബ്സ് ആയിക്കോട്ടെ, പിന്നെ മിറർ ക്യാബിനറ്റ്സ്, പല രീതിയിലുള്ള മിറർ ക്യാബിനറ്റ്സ് വിത്ത് ലൈറ്റ്സും വിത്തൗട്ട് ലൈറ്റ്സും, യൂട്ടിലിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടുള്ള മിറർ ക്യാബിനറ്റ്സ്, അതേപോലെ തന്നെ വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള എസ്തെറ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്ന സർഫസസ്. സോ അത്തരത്തിലൊക്കെ ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു ബാത്റൂംസ് എന്ന് പറയുന്ന ഒരു ലോകം വേറെ തലത്തിലേക്ക് നമ്മളെ ചുറ്റും നമ്മൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ യൂസ് ചെയ്യുന്ന പല ആക്സസറീസും, അതായത് യൂട്ടിലിറ്റി വൈസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടിയും ബെനിഫിഷ്യൽ ആക്കുന്ന രീതിയിലുള്ള പല ആക്സസറീസും നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടിയും ആക്സെപ്റ്റൻസ് കിട്ടേണ്ടതായിട്ടുള്ള രീതിയിലുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഫിക്സ്ചേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഇവിടെ കുറച്ചും കൂടിയും ഇംപ്രൂവൈസ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ യൂറോപ്യൻ ആൻഡ് US സ്റ്റാൻഡേർഡ്സിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ പുറത്തുനിന്ന് ഒരു കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവരെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രമേ ഇതാക്കുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ടാപ്പ് അല്ലെങ്കിൽ ഒരു നോർമലായിട്ടുള്ള ഒരു ഫോസറ്റ് ഫിക്സ് നമ്മൾക്ക് സെല്ല് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണെങ്കിലും അത്രത്തോളം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഇവാലുവേഷൻ നമ്മുടെ നാട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. സോ ആ ഒരു രീതിയിൽ സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പം ഗോൾഡിൽ BIS 916 എന്നൊക്കെ പറയുന്നത് പോലുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് നമ്മളെ ബാത്ത് ഫിക്സ്ചേഴ്സിൻ്റെ ഇൻഡസ്ട്രിയിലും വളരെ വൈഡ് യൂസേജ് ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ ഇതിലും ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് നടക്കുകയും സാധിക്കും. അപ്പോൾ ഇന്റർനാഷണൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിലേക്ക് വി ആർ ഓൺ ദ വേ, ബട്ട് വേ മോർ ടു ഗോ. We will definitely hopefully ഇത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള യാത്രയായിരിക്കും. അത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഓൺ പോയിന്റ്. യെസ്. അപ്പോൾ ബാത്ത് വെയറിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പുതിയ പുതിയ യുണീക്ക് വെറൈറ്റീസ് വന്നിട്ടുണ്ട് എന്നുള്ളത് അത് പ്ലംബർ സ്റ്റോറിന്റെ പേജിന്റെ ഒരു ആവിഡ് ഫോളോവർ ആയതുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ദ പ്ലംബർ സ്റ്റോർ പേജ്. ആൻഡ് അതിൽ ഞാൻ കാണാറുണ്ട് ഒരുപാട് യുണീക്ക് പീസസ് ഷോക്കേസ് ചെയ്യുന്നത്. അപ്പം ഡിസൈനർ ബാത്ത് വെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിലൂടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ദ റെവല്യൂഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദി പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഇൻഡസ്ട്രി. അപ്പം ഈ ഡിസൈനർ ബാത്ത് വെയറിനെ കുറിച്ച് എന്താണ് ഫൈറോസിന് പറയാനുള്ളത്? ആളുകളുടെ മൈൻഡ് സെറ്റ്, അതായത് ഐ ഷുഡ് സേ ദാറ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ആർക്കിടെക്ട്സ് ആയിക്കോട്ടെ, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ക്ലയൻസ് ആണെങ്കിലും ആളുകളുടെ ആർക്കിടെക്ട്സ് ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആർ റെഡി ടു ട്രൈ ഔട്ട് സംതിങ് ന്യൂ. അതല്ല എന്നുള്ളതാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പിച്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ആർ റെഡി ടു ആക്സെപ്റ്റ് ഫോർ ദ ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ന്യൂ എലമെൻറ്റ്സ് ആൻഡ് ന്യൂ ഡീറ്റെയിലിംഗ് വിച്ച് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. സോ അത്തരത്തിൽ പുതിയ പരീക്ഷണങ്ങൾ ആളുകൾ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന സമയത്ത്
അവർക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് പ്ലംബർ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോ ആ ഒരു രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പരീക്ഷണങ്ങൾ ആളുകൾ ഇൻറ്റീരിയേഴ്സിലും അതേപോലെ തന്നെ ആർക്കിടെക്ചറിലും പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് മാക്സിമം ക്യൂറേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. സോ എനിക്ക് തോന്നുന്നു അത് ഒരു പരിധി വരെ ഇപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ വെരി എക്സലൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോഴുള്ള ആർക്കിടെക്ട്സ് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അത് വളരെ ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. കാരണം ദ പീപ്പിൾ ആർ റെഡി ടു ട്രൈ ഫോർ എ ചേഞ്ച്. അതായത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ഡിഫറൻസ് ഇൻറ്റീരിയർ എസ്തെറ്റിക്സിൽ കൊണ്ടുവരാനുള്ള രീതിയിൽ വാഷ് ബേസിൻ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വി സെൽ വാഷ് ബേസിൻസ് ഇൻ നാച്ചുറൽ സ്റ്റോൺ, മാർബിൾ, ബ്രാസ്, റെസിൻ, ഗ്ലാസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, സെറാമിക്, ഈവൻ ഇൻ വുഡ്. സോ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു വെറൈറ്റീസ് വാഷ് ബേസിൻസിൻ്റെ സെഗ്മെൻറ്റിൽ മാത്രം നമ്മൾ കേറ്റർ ചെയ്യുന്നുണ്ട്. സോ അത് കേറ്റർ ചെയ്യുന്നത് ഉൾക്കൊള്ളാനുള്ള രീതിയിലുള്ള ഒരു കൺസ്യൂമബിൾ പീപ്പിളും പുറത്തുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് സെല് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദേ ആർ ആക്ച്വലി എക്സ്പീരിയൻസിങ് ഇറ്റ് വിത്തിൻ എ ഡിഫറെൻറ്റ് എസ്തെറ്റിക്സ്. ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയേഴ്സിൽ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആവണമെന്നില്ല. സോ അതിന് ഭംഗിയായിട്ടുള്ള രീതിയിൽ എസ്തെറ്റിക് ഡീറ്റെയിലിംഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിൽ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ വേറെ തന്നെയാണ്, ഇതിന് കിട്ടുന്ന ഫീല് വേറെ തന്നെയാണ്. ഒരു ഹെറിറ്റേജ് ലെവലിലുള്ള ഒരു ഇൻറ്റീരിയേഴ്സ് ചെയ്ത സ്ഥലത്ത് നമ്മൾ നല്ല ബ്രാസിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോണിൻ്റെ വാഷ് ബേസിൻ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾ ഇൻക്ലൂഡിങ് ദ എസ്തെറ്റിക്സ്. സോ അത്തരത്തിൽ ആളുകൾ ട്രൈ ഔട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുള്ളതാണ് ഡിസൈനർ ബാത്ത് വെയർ മോർ പോപ്പുലർ ഇൻ മാർക്കറ്റ് ആവുന്നതിനുള്ള വൺ ഓഫ് ദ മേജർ റീസൺസ്. ഡെഫിനറ്റ്ലി കാലത്തിനൊത്ത് മുന്നോട്ട് പോകണം. കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ബാത്റൂം ഇൻഡസ്ട്രിയുടെ ചേഞ്ചസും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബാത്റൂം ഇൻഡസ്ട്രീനെ കുറിച്ച് അല്ലെങ്കിൽ പ്ലംബിംഗ് സാനിറ്റേഷൻ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. നിങ്ങളുടെ ഓർഗനൈസേഷൻ പ്ലംബർ സ്റ്റോറിനെ കുറിച്ച് എനിക്ക് കുറച്ച് കേൾക്കണമെന്നുണ്ട്. 4 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ബ്രാൻഡാണ് ദ പ്ലംബർ സ്റ്റോർ. പക്ഷെ നിങ്ങളുടെ ഫാമിലി ബിസിനസ് കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ യുവ് ബീൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ ദ പാസ്റ്റ് 40 years. So can you tell me something about the vision of the plumber store? Plumber store actually initially നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദ പ്ലംബർ സ്റ്റോർ പ്ലംബിംഗ് ബാത്റൂം ഫിറ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള പ്രോഡക്ട്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൽ എവിടെ നിന്ന് തുടങ്ങിയോ അതിൽ നിന്നും ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴേക്കും ശരിക്കും ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിഷൻ ദ വാല്യൂസ് വിച്ച് വി ഹാഡ് കെപ്റ്റ് ഫോർ ദ സ്റ്റോർ അല്ലെങ്കിൽ കെപ്റ്റ് ഫോർ അവർ ഓർഗനൈസേഷൻ ഹാസ് ഡെവലപ്ഡ് ആൻഡ് ഇംപ്രൂവൈസ്ഡ് എ ലോട്ട്. അതായത് നമ്മളെ നാട്ടിൽ ഇനിയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇംപ്രൂവൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓൺ ബാത്റൂംസ് വളരെയധികം മുന്നോട്ടേക്ക് വരാനുള്ളതുണ്ട്. അത് പബ്ലിക്കായിട്ടുള്ള രീതിയിലുള്ളതാണെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വീടുകളിലും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസസിലും യൂസ് ചെയ്യുന്ന രീതിയിലുള്ളതായാലും. സോ അത്തരത്തിൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓർ അപ്ഗ്രഡേഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ബാത്റൂംസ് എന്നുള്ളതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയൊരു വിഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് വാട്ട് ഐ ബിലീവ് ഇസ് ദാറ്റ് ബാത്റൂംസ് ആർ ദ ലൈഫ് സ്റ്റൈൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി. കാരണം ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് അവരുടെ ബാത്റൂം നമുക്ക് ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്താൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എത്രത്തോളം അടിപൊളിയാണ് എന്നുള്ളത് ശരിക്കും മനസ്സിലാവും. അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എത്രത്തോളം സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് മനസ്സിലാവും. നേരെ മറിച്ച് വളരെ അൺഹൈജീനിക് ആയിട്ട് തീരെ ഒരു പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള ഒരു ബാത്റൂമാണ് അവർ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണെങ്കിൽ അതിന് അത്രയേ വാല്യൂ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ലൈഫ് സ്റ്റൈൽ അത്രയേ വാല്യൂ കൽപ്പിക്കുന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും ബാത്റൂംസ് ആർ on my perspective I should say that bathrooms are the direct indicators of lifestyle of a community. So I should as the organization what we actually think is to enhance the lifestyle, to improvise the standards of the lifestyle of the community. അതാണ് നമ്മൾ ഏറ്റവും മേജർ ആയിട്ടുള്ള വിഷൻ ആയിട്ട് നമ്മൾ wonderful vision Fairuz. First of all, the plumber store, the name of your organization itself is very modern and very catchy. Second of all, your vision is amazing. നമ്മൾ ടാബു ആയിട്ട് വിചാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബാത്റൂംസ് ടോയ്ലറ്റ്സ് എന്നൊക്കെ. പക്ഷേ യു വാണ്ട് ടു എൻഹാൻസ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ ത്രൂ ദ പ്ലംബർ സ്റ്റോർ ആൻഡ് ത്രൂ യുവർ റെവല്യൂഷണറി ഐഡിയാസ്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. ഫൈനൽ ക്വസ്റ്റ്യൻ. നമ്മുടെ ഇന്ത്യൻ
സ്റ്റാൻഡേർഡ്സ് ഓഫ് ബാത്റൂംസ് ഇന്ന് എവിടെ കിടക്കുന്നു, അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, എസ്പെഷ്യലി പബ്ലിക് വാഷ്റൂംസ്. നമുക്ക് എല്ലാവർക്കും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പബ്ലിക് വാഷ്റൂംസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ പബ്ലിക് വാഷ്റൂംസിന് സ്റ്റാൻഡേർഡ് എവിടെ കിടക്കുന്നു, അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്? സാഡ്ലി ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പം ഇന്ത്യൻ ബാത്റൂംസിൻ്റെ, അതായത് പബ്ലിക് ടോയ്ലറ്റ്സിൻ്റെ, നമുക്കിപ്പം ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട്, ഫോർ എക്സാമ്പിൾ വി ക്യാൻ കമ്പയർ ദ പബ്ലിക് ടോയ്ലറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് ആസ് ഓഫ് ജാപ്പാൻ അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ UAE. അവിടെയുള്ള പബ്ലിക് ബാത്റൂംസിൻ്റെ സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മളെ ബാത്റൂംസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയോ മുന്നോട്ടേക്ക് ആ ഒരു ബാത്റൂംസിൻ്റെ ഇൻഡസ്ട്രിയിലേക്ക്, അത് പബ്ലിക് ബാത്റൂംസിൻ്റെ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ മെയിൻലി പബ്ലിക് ബാത്റൂംസ് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പബ്ലിക് ബാത്റൂംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ, വെരി അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ അതിനെ പ്ലാൻ ചെയ്യുകയും വെരി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയും അത് തീരെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാത്ത രീതിയിലുള്ള ഒരു പ്രവണതയാണ് കൂടുതൽ കൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറ്റം തീർച്ചയായിട്ടും വരണം. കാരണം നമ്മൾ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള രീതിയിലുള്ള ആളുകൾ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടും വളർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ന്യൂ ജനറേഷന് ഇത് ഒരാളുടെയും ഔദാര്യമല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ അവകാശമാണ്. ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത്രത്തോളം ബാത്റൂംസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്സ് ആണ്. ബിക്കോസ് ഇറ്റ്സ് ദ റൈറ്റ് ഫോർ ഹൈജീൻ, ഇറ്റ്സ് ദ റൈറ്റ് ഫോർ ആക്ച്വലി പ്രൈവസി, അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. സോ ആ ഒരു ബാത്റൂംസിൻ്റെ ഹൈജീനും അതേപോലെ തന്നെ ആ ബാത്റൂമിൻ്റെ പ്രോപ്പർ മെയിൻ്റനൻസും അത് നിർബന്ധമായിട്ടും ഉയർത്തി കാട്ടുക എന്നുള്ളത് നമ്മുടെ ഐ ബിലീവ് ദാറ്റ് അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, പബ്ലിക്കിൻ്റെതുമായിട്ടുള്ള രീതിയിൽ ഉത്തരവാദിത്തമാണ്. സോ ദ വെരി പ്രോപ്പർ പ്ലാനിങ്, വെരി ഗുഡ് യൂസേജ് ഓഫ് ടെക്നിക് ആൻഡ് ടെക്നോളജി, very good usage of standard bathroom fixtures and bathroom surfaces. These all are to be actually very much enhanced with the public bathroom toilet standards. നമ്മളെ നാട്ടിലെ പബ്ലിക് ടോയ്ലറ്റ് സ്റ്റാൻഡേർഡ്സ് ഇനിയും ഉയർത്തിപ്പിടിക്കുന്നതിന് ഈ ഒരു രീതിയിലുള്ള വെരി പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലാനിങ്ങും അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളും വളരെയധികം അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെരി ട്രൂ. ഫൈറൂസ് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മുടെ ബേസിക് നെസസിറ്റി ആണ്, ബേസിക് റൈറ്റ് ആണ് ഒരു നല്ല പബ്ലിക് വാഷ്റൂം. നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള വാഷ്റൂം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്ന നേരം കംപ്ലീറ്റ്ലി അൺഹൈജീനിക് ആണ്, വളരെ അൺമെയിൻറ്റെയിൻഡ് ആണ്. അതല്ലാണ്ടുള്ള വളരെ വിരലെണ്ണാവുന്ന ബാത്റൂംസും കാര്യങ്ങളും പബ്ലിക് സ്റ്റേഷൻസിൽ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ള രീതിയിലും ഞങ്ങൾ കാണുന്നത് ഇത്തരത്തിലുള്ള ബാത്റൂംസും അല്ലെങ്കിൽ ടാപ്സും ഫിക്സേഴ്സൊക്കെ വെരി ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വളരെ അൺമെയിൻറ്റൈൻഡ് ആയിട്ട്. സോ അതിൽ നിന്നും തീർച്ചയായിട്ടും ഒരു മാറ്റം നിർബന്ധമായിട്ടും നമ്മളെ കമ്മ്യൂണിറ്റിക്കും നമ്മളെ രാജ്യത്തിനും വരണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. വെരി ട്രൂ. അപ്പോൾ ഒരു ലേഡി എന്ന നിലയ്ക്കും യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഫൈറൂസ് പറഞ്ഞ പോലെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ഒരു സ്റ്റാൻഡേർഡ് പബ്ലിക് ബാത്റൂം കിട്ടുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ആ ഒരു അവയർനെസ് പബ്ലിക്കിന് വരട്ടെ. ഗവൺമെന്റിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മൾ പബ്ലിക്കിന്റെ എല്ലാം റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിലിപ്പം പ്രൈവറ്റ് കൊളാബറേഷൻസ് കുറേ വരുന്നുണ്ട്. അതായത് പബ്ലിക് ടോയ്ലറ്റ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ടോയ്ലറ്റ്സ് പണിതിട്ട് അതിന് മുന്നോട്ടേക്കുള്ള രീതിയിൽ. സോ ആസ് എൻ ഓർഗനൈസേഷൻ ഓൾസോ ക്യാൻ, നമ്മളും അതിൻ്റെ പാതയിൽ തന്നെയാണ്. വി ആർ ഓൾസോ ഡെവലപ്പിംഗ് അവർ പ്ലാൻസ് ഫോർ ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് പബ്ലിക് ടോയ്ലറ്റ്സ്. നമ്മൾ അതിൻ്റെ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സെക്ഷൻ ആയിട്ടുള്ള രീതിയിൽ സെപ്പറേറ്റ് വി ആർ ഓൾസോ ഓൺ ദ വേർജ് ഓഫ് ദാറ്റ് തിങ്. സോ ഡെഫിനറ്റ്ലി നോട്ട് ഓൺലി ദ ഗവൺമെൻറ്, ദ കമ്മ്യൂണിറ്റി, ദ പബ്ലിക് ഓൾസോ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ആസ് എ ഡെവലപ്പിംഗ് കൺട്രി, if it has to transform into a developed country, basic necessity of sanitation has to be improved to a particular standard, and I think you also play a big role towards that Not only journey. me and you, definitely. As I said, the public. അതിപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇതിൽ ഇത് ഞാനൊരാൾ വിചാരിച്ചതിനെ കൊണ്ട് നടക്കുന്ന ഒരു സംഗതിയല്ല. അത് ഒരു മൊത്തമായിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇത് ലൈഫ് സ്റ്റൈൽ ഇൻഡിക്കേറ്റർ ആണ് എന്നുള്ള ബോധ്യം തീർച്ചയായും വരികയും അവർ ബാത്റൂം പ്ലാനിങ്ങിലും ബാത്റൂം ഓർഗനൈസിങ്ങിലും അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഐ ബിലീവ് ദിസ് വിൽ ഗെറ്റ് ട്രാൻസ്ഫോം. There will be a change. Sure. അപ്പോൾ you and I and all of us together, let us work towards having a better future as far as our sanitation standards are concerned.
right? And with that, I also wish you and the Plumber Store all the very best for a bright future. Keep rocking Thank you, and thank keep you. up your passion in the bathroom industry. Thank you, Anida, for that wonderful closure. Thank you so much. Yes, it was amazing. All right. Yes.